ഫേമസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഫേമസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം കഥയിൽ മാറി, ആരും വലിയ മൈൻഡാക്കിയിട്ടില്ല. ഇപ്പോഴായിട്ട് കുറേ ആൾക്കാർ മോട്ടിവേഷനിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മൾ ഈ മോട്ടിവേഷൻ ചെയ്യുന്ന രീതി സാധാരണ എല്ലാ ആൾക്കാരും കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട്, ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് കുറച്ചും കൂടി പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ജോബ് കാര്യങ്ങൾ കുട്ടികളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അവർക്ക് യൂട്യൂബർ ആവണമെന്ന്, അതൊരു കരിയർ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം കണ്ടിട്ടുണ്ട്. അതായത് ഓൺലൈൻ കരിയർ പോലെ തന്നെ യൂട്യൂബിന് ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് Zameel ഫ്രം Z Talks. ഈ ഒരു ഇൻട്രോ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു ടീഷർട്ട് ഇടുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഈ കണ്ണടിയും താടിയൊക്കെ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ മനസ്സിലായിട്ടുണ്ടാവും. അറിയാത്തവർക്ക് ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് Zameel. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, Z Talks ആണ് ചാനലിൻ്റെ പേര്. ഇപ്പം അത്യാവശ്യം സബ്സ്ക്രൈബറായി, ഒരു 4.5 ലക്ഷം സബ്സ്ക്രൈബ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പപ്പായ മീഡിയ, നമ്മുടെ മാക്കിൻ്റെ ചാനൽ. ഈ മാക്ക് ഒരു ദിവസം എന്നോട് വന്നിട്ട് കാര്യമായി ചോദിച്ച്, എനിക്കൊരു ചെറിയൊരു ബൈറ്റ് കിട്ടുമെന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈറ്റ് മാത്രമാക്കണ്ട, നമുക്ക് കംപ്ലീറ്റ് വീഡിയോ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ മാക്ക് എന്നോട് കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊരു ഇൻ്റർവ്യൂ പോലെ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഇൻട്രാക്ഷൻ പോലെ, അതായത് ഞാൻ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, അങ്ങനെ ഇൻട്രാക്ഷൻ. ഓക്കെ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂപ്പർ എന്നോട് ചോദിച്ച കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നതെന്നില്ലേ. യൂട്യൂബിലേക്ക് വന്നത് വളരെ സിമ്പിൾ. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് ഫേമസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഫേമസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അത് ഫേസ്ബുക്കിലിട്ട്, യൂട്യൂബിലല്ല. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇത് കുറച്ച് ഷെയറെല്ലാം ചെയ്തിട്ട് അടിപൊളി എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പൊക്കി പറഞ്ഞു. ഞാൻ വിചാരിച്ച് സെറ്റ്, ഇനി എൻ്റെ വീഡിയോസ് എല്ലാവരും ഭയങ്കരമായിട്ട് കാണുമെന്ന് വിചാരിച്ച്. പക്ഷേ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം കഥയിൽ മാറി, ആരും വലിയ മൈൻഡാക്കിയിട്ടില്ല. മൂന്നാമത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒന്നും കൂടി ഡൗൺ ആയി, തീരെ ആരും മൈൻഡാക്കിയിട്ടില്ല. കുറച്ച് ആൾക്കാർ കളിയാക്കാനോ തുടങ്ങിയടാ, നീ ഇങ്ങനെ ആഴ്ചക്ക് വീഡിയോ ഇടുമ്പോൾ നമ്മളെല്ലാവരും കാണും, അല്ലെങ്കിൽ പിന്നെ നിന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല തോന്നില്ലാന്നെങ്കിൽ നീ പണിക്ക് നിൽക്കണ്ട കേട്ടാ. മുഖത്ത് നോക്കിയിട്ട് കുറേ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഓ പറ്റൂല, ഇതല്ല രീതി. അങ്ങനെയാണ് എൻ്റെ അവിടെ നിന്നല്ലേ ആ ഒരു ആഗ്രഹം മാറുന്നത്. ഫേമസ് ആവാന്നല്ല, നമ്മൾ വ്യൂവേഴ്സിന് താല്പര്യമില്ല, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തേലുമൊക്കെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ എയിം മാറുന്നതും പിന്നെ ഞാൻ വീഡിയോസ് വേറെ രീതിയിലേക്ക് ചെയ്തു തുടങ്ങുന്നതും. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം സിമ്പിളായിട്ട്, കുറേ ആൾക്കാർ മോട്ടിവേഷനിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മൾ ഈ മോട്ടിവേഷൻ ചെയ്യുന്ന രീതി സാധാരണ എല്ലാ ആൾക്കാരും കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ലൈഫിൽ വിജയിക്കണം, നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറേ ആൾക്കാർ സാധാരണ വീഡിയോ ചെയ്യല. അപ്പോൾ എനിക്ക് തോന്നി, അങ്ങനല്ല, നമ്മളേതായ ലെവലിൽ, നമ്മൾ ചെക്കന്മാർ ലെവലിൽ, ബ്രോ ലെവലിൽ നമുക്കൊരു മോട്ടിവേഷൻ ചെയ്തു നോക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചിട്ട് സാധാ നോർമൽ ഡ്രസ്സിൽ നോർമൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ അതേ ഭാഷ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ആൾക്കാർ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതും എൻ്റെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറിപ്പോയതും. അപ്പോൾ അതാണ് നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് ടിപ്പ്. നിങ്ങളാവാ. എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ കപ്പിൾ വ്ളോഗ് ചെയ്യുന്നതെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും, കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും, മോട്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ അതിലൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെ വിട്ടു നിൽക്കുന്നത് അതുപോലെ ഉണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നിങ്ങൾ കേട്ടു. ഇതിപ്പോൾ ഞാൻ ഒരു ടിപ്പ് പോലെ പറയാൻ കാര്യം എന്താ വെച്ചാൽ, കുറേ പേർക്ക് യൂട്യൂബർ ആവാൻ ഭയങ്കര താല്പര്യമുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ നമ്മൾ കൂടുതലും ആംബിഷനൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാമെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അവർക്ക് യൂട്യൂബർ ആവണമെന്ന്, അതൊരു കരിയർ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം കണ്ടിട്ടുണ്ട്. അതായത് ഓൺലൈൻ കരിയർ പോലെ തന്നെ യൂട്യൂബിന് ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പോലെ പറഞ്ഞത്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെ സബ്സ്ക്രൈബറിന് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവണം. നിങ്ങളെ വീഡിയോസിൽ ഓഡിയൻസ് ആയിട്ട് കാണണം. ഞാൻ ചെയ്ത വീഡിയോ, ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ട് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ നല്ലതെന്ന് തോന്നും. പക്ഷേ നിങ്ങളൊരു കോമൺ ഓഡിയൻസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറ്റങ്ങൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് നിങ്ങളെ സബ്സ്ക്രൈബറിന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളെ വീഡിയോ കൊണ്ടുണ്ടാവണം. അതൊരു ചിരിയാവാം, അല്ലെങ്കിൽ പിന്നെ ഒരു ചിന്തയാവാം, എന്തെങ്കിലും ഒരു മാറ്റം അത് നിങ്ങളുടെ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവണം. പിന്നെ മാക്കനോട് ചോദിച്ചു വേറെ ചോദ്യമുണ്ട്, ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റം തന്നില്ലേ? ഒന്നുമില്ല, സിമ്പിളാണ്. എന്നെ ഞാനാക്കി. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് കുറച്ചും കൂടി പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ജോബ് കാര്യങ്ങൾ പോയി തിരിച്ചു വരാം, ഓഫീസിൽ പോയി തിരിച്ചു വരാം, കിടന്നുറങ്ങാം, പിന്നെ അടുത്ത ദിവസം ഓഫീസ് പോകുക, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു. ഭയങ്കര നോർമൽ ലൈഫായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്നെ പറ്റിയില്ല ചിന്ത, മറ്റുള്ള ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത കുറച്ച് അധികം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മാറി ഇപ്പോൾ കംപ്ലീറ്റ്ലി ചിന്ത ഇല്ലാതായി. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് അറ്റയർ ഉണ്ടാവും. അതായത് ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന ഡ്രസ് കോഡ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ യൂട്യൂബർ ആയപ്പോൾ അങ്ങനത്തെ ഒരു ഇതുമില്ല. എനിക്ക് ഫ്രീ ആയി നടക്കാം, എനിക്ക് എൻ്റെ ലൈഫ് പോലെ നടക്കാം. പിന്നെ മറ്റുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതുതന്നെയാണ് എനിക്ക് ലൈഫ് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ്. അതായത് യൂട്യൂബ് കൊണ്ട് കിട്ടിയ വലിയ ബ്ലെസ്സിങ്.
പിന്നെ അതിനെക്കൊണ്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഇൻകം എന്തായാലും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, അത് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ EMI കറക്റ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ചെയ്ത് പോവുക, അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ എന്നാലും ഒരു സേഫർ സൈഡിന് വേണ്ടി മാക്സിമം അങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സ് മാക്സിമം നമ്മൾ കുറച്ച് വെക്കും. അത് ആക്ച്വലി നല്ലതാണ്, പക്ഷേ നമ്മുടെ സൊസൈറ്റിക്ക് അത് മോശമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അത് വളരെ നല്ലതാണ്, ഭയങ്കര ഫ്രീ ആണ്. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും എന്നെപ്പറ്റി എന്തും പറയാമെന്നുള്ളൊരു സീനാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല സീനില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് നിങ്ങൾ പുതിയതായിട്ടൊരു യൂട്യൂബറായി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ്, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നിങ്ങളെപ്പറ്റി നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ആക്ച്വലി ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മൾ മാക്ക് പറഞ്ഞാൽ നമുക്ക് മഴ പെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് എടുത്താലോ വേണ്ട, നമുക്ക് നിർത്തേണ്ട ഒരു കാര്യമില്ല. കാര്യം നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചാൽ എന്തും മഴയല്ല. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്, യൂട്യൂബറിൻ്റെ സെറ്റപ്പ് അതാണ്. ഓക്കെ. പിന്നെ എന്നോട് മാക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഈ തുടക്ക കാലങ്ങളിൽ, അതായത് യൂട്യൂബിൻ്റെ തുടക്കകാലത്ത് ഞങ്ങൾക്ക് ഡൗൺ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോന്നല്ലേ ചില സമയത്ത്. അതായത് ചിലപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ഭയങ്കരമായിട്ട് ഓടാതെ കുറച്ച് ഡൗൺ ആയി പോകുന്ന സീനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ചേട്ടാ ഞാൻ കുറേ എഫേർട്ട് എടുത്തു പക്ഷേ നടന്നിട്ടില്ല. അത് നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തിരിക്കും, പക്ഷേ അത് ഓടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു വിഷമം വരും. പക്ഷെ എന്നാലും നെക്സ്റ്റ് നമ്മൾ, അതായത് ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമ്മളെ കാര്യം നടക്കില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് മുന്നോട്ട് പോകുക. അതാണ് ഡൗൺ ആകുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ്. അല്ലാതെ അതും ആലോചിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കുക. അത് യൂട്യൂബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലായാലും നമ്മൾ ഈ പാസ്റ്റ് ആലോചിച്ചിരിക്കല്ലേ, അത് ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചു വലിക്കും, മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കാരണം നമ്മൾ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പോയിട്ട് പാസ്റ്റിലേക്ക് പോയിട്ട് അത് മാറ്റിയിട്ട് തിരിച്ചു വെത്താം, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. സിനിമയിലൊക്കെ നടക്കും. പക്ഷേ ഇതിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക, അടുത്ത പരിപാടി വെക്കുക. ഇനി നമുക്ക് എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത്, കുറേ നടന്മാർ കുറേ പടം ചെയ്യുന്നു, പൊട്ടിപ്പോന്ന്, പിന്നെ അടുത്ത പടം ചെയ്യുന്നു, പിന്നെ നല്ല ഹിറ്റായി പോകുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോന്ന്. അത് അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല വീഡിയോ എന്ന് വിചാരിച്ച് ചെയ്യും, ചിലപ്പോൾ നടക്കില്ല. പിന്നെ ചിലതുണ്ട് നമ്മൾ ഒരു എഫേർട്ട് എടുക്കാണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ വീഡിയോ ഇട്ടുണ്ടെന്നില്ലെങ്കിൽ ചിലപ്പോൾ തട്ടിക്കൂടും. അത് ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ കാര്യം ഡൗൺ ആവാന്ന് വെച്ചാൽ ഡൗൺ എന്തായാലും വരും. പക്ഷെ നമ്മൾ അതും ആലോചിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ പിന്നെയും മുന്നോട്ടേക്ക്, നമ്മുടെ കപ്പലിങ്ങനെ മുന്നോട്ട് പോകണം. നമ്മുടെ വണ്ടി ഷോ മസ്റ്റ് ഗോ ഓൺ, അതാണ് ഒരു സീൻ. അപ്പം മാക്കെ ആയാ ഇനി എന്തെങ്കിലും പറയണ്ട? ഇല്ല, ആയി. മാക്കിനോട് ഞാൻ ചോദിക്കായിരുന്നു ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു വെറുപ്പിക്കണോ. അപ്പോൾ പറഞ്ഞില്ല, മാക്സിമം ആയിട്ടുണ്ട്, ഞാൻ എന്തെല്ലോ പറഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായ മീഡിയനോട്, അതായത് പപ്പായ യൂട്യൂബ് ചാനലിനോട് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ഇങ്ങനെ ഫോർ ഹാവിങ് മീ. താങ്ക് യു സോ മച്ച് ബ്രോ. നമ്മുടെ ക്യാമറമാനും നമ്മുടെ മാക്കിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന എന്ന ഒരു വിശ്വാസത്തോടെ നമ്മളിവിടെ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും പറയും പോലെ പപ്പായ മീഡിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പോൾ ശരി, ബൈ.